എല്ലാവർക്കും നമസ്കാരം. എന്താണ് കോൺക്ലേവ്? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് കോൺക്ലേവ്. ലത്തീൻ വാക്കായ കുംക്ലാവിസ് എന്ന പദത്തിൽ നിന്നാണ് ഈ കോൺക്ലേവ് എന്ന വാക്കുണ്ടാവുന്നത്. ഈ കുംക്ലാവിസ് എന്ന വാക്കിൻ്റെ അർത്ഥം അടച്ചിടപ്പെട്ട മുറി എന്നാണ്. ആദ്യകാലങ്ങളിൽ പത്രോസിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുത്തിരുന്നത് റോമിലെയും സമീപപ്രദേശങ്ങളിലെയും മുതിർന്ന വൈദികരായിരുന്നു. ആ കാലങ്ങളിൽ ഒരു അൽമായനോ വൈദികനോ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടാമായിരുന്നു. ഇദ്ദേഹം പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വൈദിക പട്ടമോ മെത്രാൻ പട്ടമോ സ്വീകരിച്ചാൽ മതിയായിരുന്നു. രണ്ടാം ലിയോൺ സുനഹദോസാണ് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഒരു നിയമം രൂപീകരിക്കുകയും വോട്ട് ചെയ്യാനുള്ള കർദിനാൾമാർ, അതായത് പാപ്പയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള കർദിനാൾമാർ പാപ്പയുടെ മരണശേഷം 10 ദിവസത്തിനുള്ളിൽ തന്നെ സമ്മേളിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗ്രിഗറി 10 പാപ്പയാണ് പാപ്പ തിരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി വ്യക്തമായ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതായത് വോട്ട് ചെയ്യാനുള്ള കർദിനാൾമാർ പുറം ലോകവുമായുള്ള ബന്ധത്തിൽ നിന്നും മാറിയിരിക്കുക, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, പരിചാരകരില്ലാതെ കഴിയുക, അതുപോലെ പ്രാർത്ഥനയിൽ വ്യാപരിക്കുക, ഇവയായിരുന്നു പ്രധാനപ്പെട്ട നിയമങ്ങൾ. ഒരു ചെറിയ കാർഡാണ് പാപ്പയുടെ തിരഞ്ഞെടുപ്പിനുള്ള കോൺക്ലേവ് ബാലറ്റ്. ഇത് നടുവെ മടക്കി അൾത്താരയിൽ വെള്ളിപ്പാത്രം കൊണ്ട് മൂടി വച്ചിരിക്കുന്ന ഒരു കാസയിൽ നിക്ഷേപിക്കുന്നു. ഇതിൽ ഓരോ കർദിനാളും തൻ്റേതല്ലാത്ത ഒരു കർദിനാളിൻ്റെ പേര് ഈ ബാലറ്റിലേക്ക് എഴുതി കൊടുക്കുന്നു. ഈ കോൺക്ലേവിന് നേതൃത്വം കൊടുക്കുകയും കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പൽ പൂട്ടി മുദ്ര വയ്ക്കുകയും ചെയ്യുന്നത് കമർലംഗോ ആയിരിക്കും. പാപ്പായുടെ മരണശേഷം 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് ആരംഭിച്ചിരിക്കണം. പാപ്പ സ്ഥാനം ഒഴിവായ അന്നു മുതൽ, അതായത് നിലവിലുള്ള പാപ്പ കാലം ചെയ്ത അന്നു മുതൽ 80 വയസ്സ് പൂർത്തിയാകാത്ത കർദിനാൾമാർക്കാണ് കോൺക്ലേവിൽ പ്രവേശനം അനുവദിക്കുക. കോൺക്ലേവ് ആരംഭിക്കുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാനയോടെ ആയിരിക്കും. തുടർന്ന് പരിശുദ്ധാത്മാവിനോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കർദിനാൾ സംഘം പ്രവേശിക്കുന്നു. തുടർന്ന് കർദിനാൾ സംഘം തിരഞ്ഞെടുപ്പിൻ്റെ പരിശുദ്ധിക്കൊത്ത് ഇതിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാമെന്ന് ഒരു പ്രതിജ്ഞയെടുക്കുന്നു. മാധ്യമങ്ങളുമായിട്ട് യാതൊരുവിധ സമ്പർക്കങ്ങളും ഈ സമയത്ത് കർദിനാൾമാർക്ക് അനുവദിക്കില്ല. അതിനുശേഷം ഈ കർദിനാൾമാർക്ക് കോൺക്ലേവ് ബാലറ്റ് വിതരണം ചെയ്യുകയും അവർ ഈ ബാലറ്റുമായി അൾത്താരയിലേക്ക് ചെന്ന് ആ പ്രതിജ്ഞ ഉറക്കെ ചൊല്ലി അവിടെ സ്ഥാപിച്ചിരിക്കുന്ന കാസയുടെ വെള്ളിപ്പാത്രം മൂടി നീക്കി അതിലേക്ക് ആ ബാലറ്റ് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. കോൺക്ലേവിൽ ഒരു ദിവസം പരമാവധി നടത്താവുന്ന തിരഞ്ഞെടുപ്പ് 4 എണ്ണമാണ്. ഈ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാതെ 13 ദിവസം പിന്നിട്ടാൽ അന്തിമമായ ഒരു തിരഞ്ഞെടുപ്പ് നിശ്ചയിക്കുകയും തുറന്ന ബാലറ്റ് നടപ്പാക്കുകയും ചെയ്യും. തുടർന്ന് പുതിയ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടയാളോട് കർദിനാൾ ഡീൻ സമ്മതം ചോദിക്കുന്നു. കർദിനാൾ ഡീനിനെയാണ് പാപ്പയായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വൈസ് ഡീൻ ആയിരിക്കും ഇദ്ദേഹത്തോട് സമ്മതം ചോദിക്കുക. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കർദിനാൾ പാപ്പയാകുവാൻ സമ്മതം അറിയിച്ചാൽ അദ്ദേഹത്തോട് പാപ്പയായി ഏത് പേരാണ് സ്വീകരിക്കുക എന്ന് ചോദിക്കുന്നു. തുടർന്ന് പാപ്പയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞുവെന്ന് ലോകത്തെ അറിയിക്കുവാനായി കോൺക്ലേവ് ബാലറ്റുകൾ അതിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കൂടി ചില പ്രത്യേക കെമിക്കലുകൾ കൂടി മിക്സ് ചെയ്ത് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിണിയിൽ കൂടി വെളുത്ത പുക വരുന്ന തരത്തിൽ കത്തിക്കുന്നു. അതിനുശേഷം കർദിനാൾ പ്രോട്ടോഡീക്കൻ ബാൽക്കണിയിൽ ചെന്ന് പുറത്തുകൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തോടും മാധ്യമങ്ങളോടും ലോകത്തോടും ഹബേമൂസ് പാപ്പ എന്ന പ്രഖ്യാപനം നടത്തുന്നു. ഈ ഹബേമൂസ് പാപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കൊരു പാപ്പയുണ്ടെന്നാണ്. ഈ പുതിയ പാപ്പ വിശ്വാസികൾക്ക് മുന്നിൽ വന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുന്നതോടെ കോൺക്ലേവിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. താങ്ക് യു.